അദ്വൈതം തന്നെ, അതിൻ്റെ പദം തന്നെ ഭേദമില്ലായ്മയെക്കുറിച്ചാണ്. നോക്കൂ, ഏകവും ഒന്നായിരിക്കുന്നു, വ്യത്യാസമുണ്ടാവുന്നില്ല. ആത്മീയ പാതയിൽ ഒരാൾ ഇറങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നൊരു കാര്യവും ഇത് മാത്രമാണ്. സൊസൈറ്റിയിൽ നിന്നെല്ലാം വിട്ടുമാറണം, വീട്ടിൽ നിന്നും വിട്ടുമാറണം, എല്ലാത്തിൽ നിന്നും വിട്ടുപോയിട്ട് വല്ല ശ്മശാന ഭൂമിയിലും വല്ല ഇരുന്ന് സാധന ചെയ്യണം, അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോകണമെന്നൊക്കെയുള്ളത്. നോക്കൂ, ആത്മീയ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരൊറ്റ സത്യം, നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ ഈ സൊസൈറ്റിയായിട്ട് പങ്കുവെക്കുവാനും നിങ്ങൾ എല്ലാവരോടൊപ്പവും എല്ലാ സാഹചര്യത്തിനൊപ്പം നിൽക്കും. എന്നുവെച്ചാൽ അവിടെ ഭേദമില്ല. ഭേദമുണ്ടാവുന്ന ആധ്യാത്മികതയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഈഗോയും നിങ്ങളുടെ ഉള്ളിലെ അഹന്തയും എല്ലാം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ ലൈഫിൽ നിന്ന് ഒളിച്ചോടുന്നത്. സ്പിരിച്വാലിറ്റിയുടെ ലക്ഷ്യം തന്നെ ഈ ഭേദമില്ലായ്മ നമുക്ക് പോവാനും ഏകമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുവാനാണ്. അവിടെ സമൂഹം നമ്മുടെ ഇതിനെ അംഗീകരിക്കുന്നില്ല, അല്ല ഇന്ന ആൾക്കാർ ഇതിനെ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടി എവിടെയും പോയി താമസിക്കുന്നതൊരിക്കലും ആധ്യാത്മികത ആവില്ല.